മറ്റൊരു വാർത്തയിലേക്ക്. ഓർത്തഡോക്സ് യാക്കോബായ തർക്കം നിലനിൽക്കുന്ന പാലക്കാട് വടക്കഞ്ചേരി ചെറുകുന്നം പള്ളിയിൽ സംഘർഷം. പള്ളി പിടിച്ചെടുക്കാനുള്ള ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ നീക്കത്തിനെതിരെ യാക്കോബായ വിഭാഗം പ്രതിഷേധിക്കുകയാണ്. വൈദികരെ ഉൾപ്പെടെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് കണ്ണീർ വാതകവും പ്രയോഗിച്ചു. കൂടുതൽ സാജിദ് അജ്മൽ കൂടുതൽ വിവരങ്ങളുമായി. സാജിദ്, എന്താണ് അവിടെ നിന്നുള്ള വിശദാംശം? നിഷാദ്, ഇപ്പോൾ ആലത്തൂർ തഹസിൽദാർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കാണുകയാണ്. പ്രകാരം സമാധാനപരമായിട്ട് കൈമാറ്റമാണ് കോടതി ഉത്തരവ് കൃത്യമായി പരാമർശിച്ചിരിക്കുന്നത്. അതിന് ശ്രമം നമ്മൾ നടത്തി. പക്ഷേ യാക്കോബായ വിഭാഗത്തിൽ നിന്നും കനത്ത ചെറുത്തുനിൽപ്പും അവർ ബലപ്രയോഗിക്കാതെ അവരെ മാറ്റാൻ കഴിയില്ല എന്നുള്ളതാണ് അവസ്ഥ. നമ്മൾ വളരെയധികം ശ്രമിച്ചെങ്കിലും സംഘർഷമുണ്ടായി. അതുകൊണ്ട് തൽക്കാലം നടപടികൾ, കാരണം കോടതിയുടെ ഉത്തരവ് പ്രകാരം ബലപ്രയോഗം പാടില്ല എന്ന് കൃത്യമായി നിർദ്ദേശിച്ച സാഹചര്യത്തിൽ ബലപ്രയോഗം നടത്താതെ ഒഴിപ്പിക്കാൻ കഴിയില്ല എന്ന് പോലീസിനും റവന്യൂവിനും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് നിലയിൽ എനിക്കും ബോധ്യമായി. അതുകൊണ്ട് തൽക്കാലം നടപടി അവസാനിപ്പിക്കുക. ഈ വിവരങ്ങൾ നമ്മൾ കോടതിയെ ധരിപ്പിക്കും. ഇനി കോടതിയുടെ അടുത്ത നിർദ്ദേശപ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഒരു സംഘർഷ സാധ്യതയാണ് ഉണ്ടായിരുന്നത്. അതായത് വടക്കഞ്ചേരി മേഖലയിൽ 3 പള്ളികളിലാണ് ഈ തർക്കമുള്ളത്. ഈ ചെറുകുന്നം പള്ളിയിലാണ് ഞാനുള്ളത്. ഇത് കൂടാതെ മംഗലം ഡാം പള്ളി, അതോടൊപ്പം തന്നെ മുരിക്കുംപറ്റ പള്ളി എന്നിവിടങ്ങളിലാണ് ഈ പ്രശ്നം നിലനിൽക്കുന്നത്. ഇതിൽ ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായി സുപ്രീം കോടതി വിധി വന്നിരുന്നു. എന്നാൽ യാക്കോബായ വിഭാഗക്കാരാണ് ഈ 3 ഇടങ്ങളിലും കൂടുതൽ. അവർ ഈ പള്ളി വിട്ടു നൽകില്ല എന്നുള്ളതാണ്. ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തെ പള്ളി, ഈ ചെറുകുന്നം പള്ളി എന്ന് പറയുന്നത് 1992 മുതൽ അടഞ്ഞു കിടക്കുന്ന പള്ളിയാണ്. ഈ പള്ളി ഈ തങ്ങൾക്ക് വേണമെന്ന് ഈ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഇവർ അവകാശപ്പെടുന്നു. എന്തായാലും ഇപ്പോൾ ഈ പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പോലീസ് പറയുന്നത് ഇത് സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകുന്നത്.